അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ നിന്ന് മടങ്ങി ദിവസങ്ങൾക്കു ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനയിലെത്തിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് പുടിൻ ബെയ്ജിംഗിൽ വിമാനമിറങ്ങിയത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളുടെയും ദേശീയ പതാകകളേന്തിയ ചൈനീസ് യുവാക്കളും ഗാർഡ് ഓഫ് ഓണറും ചേർന്നാണ് റഷ്യൻ നേതാവിന് വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകിയത്. ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങളുടെ കണക്കനുസരിച്ച് പുടിൻ ചൈനയിൽ നടത്തുന്ന 25ാമത് സന്ദർശനമാണിത്. ആഗോള നയതന്ത്ര രംഗത്തെ ഒരു പ്രധാന കേന്ദ്രമെന്ന നിലയിൽ ചൈന കൈവരിച്ചു വരുന്ന ആത്മവിശ്വാസത്തിന്റെ തെളിവായി ഈ സന്ദർശനം വിലയിരുത്തപ്പെടുന്നുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പുടിനും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തെയും ഇത് അടിവരയിടുന്നുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇരുവരും ഇതിനകം 40-ലധികം തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇത് ഷീ ജിൻപിങ് ഏതൊരു പാശ്ചാത്യ നേതാവുമായും നടത്തിയ കൂടിക്കാഴ്ചകളെക്കാളും വളരെ കൂടുതലുമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് തന്നെ നടക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ഉടമ്പടിയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പുടിൻ ചൈനയിലെത്തിയത്. ഇറാൻ സംഘർഷം, ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ നിയന്ത്രണങ്ങൾ, യുക്രൈൻ യുദ്ധം തുടങ്ങിയ ആഗോള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചയുമാകും. കൂടാതെ ഊർജ്ജ സുരക്ഷ, പുതിയ സൈബീരിയൻ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി എന്നിവയുൾപ്പെടെയുള്ള 40ഓളം പുതിയ ഉഭയകക്ഷി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലോകത്തെ ഏറ്റവും ശക്തരായ 2 നേതാക്കൾക്ക് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞത് ആഗോളതലത്തിൽ ചൈനയ്ക്കുള്ള സ്ഥാനത്തെയും വർദ്ധിച്ചുവരുന്ന ആത്മവിശ്വാസത്തെയുമാണ് കാണിക്കുന്നതെന്ന് ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പ് വിദഗ്ധരുടെ നിരീക്ഷണവുമുണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്ന ട്രംപിന്റെ സന്ദർശനവുമായി താരതമ്യം ചെയ്ത് പുടിന്റെ ഈ സന്ദർശനത്തിന്റെ ഓരോ ചലനങ്ങളും ലോകം അതിസൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. ചായ സൽക്കാരത്തിലൂടെ അതിഥികളെ സ്വീകരിക്കുന്നതിൽ പ്രശസ്തനായ ഷീ ജിൻപിങ് അതിനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലവും രീതിയും അതിഥിയോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനത്തിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 2024 മെയ് മാസത്തിൽ പുടിൻ ചൈന സന്ദർശിച്ചപ്പോൾ ചൈനയുടെ ക്രൈംലിൻ എന്നറിയപ്പെടുന്ന സോങ് നാൻഹായ് കോമ്പൗണ്ടിൽ ടൈ ധരിക്കാതെ വളരെ അനൗപചാരികമായ അന്തരീക്ഷത്തിലാണ് ഇരുവരും ചായ കുടിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തിയത്. കഴിഞ്ഞ ആഴ്ച ട്രംപിന് ഈ പ്രദേശം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില വിദേശ നേതാക്കളിൽ ഒരാളാണ് പുടിൻ എന്ന് ഷീ ജിൻപിങ് ട്രംപിനോട് പറഞ്ഞിരുന്നു. അതിന് നല്ലത് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. തന്റെ നീണ്ട ഭരണകാലത്തെ ഏറ്റവും കഠിനമായ ഘട്ടത്തിലൂടെയാണ് പുടിൻ ഇപ്പോൾ കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഈ സന്ദർശനം വളരെ ശ്രദ്ധേയവുമാണ്. യുക്രൈൻ യുദ്ധരംഗത്ത് ഈ വർഷം കാര്യമായ പുരോഗതി കൈവരിക്കാൻ കഴിയാത്തത് റഷ്യയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുമുണ്ട്. കൂടാതെ റഷ്യ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ചൈനയ്ക്ക് മേലുള്ള അവരുടെ ആശ്രിതത്വം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി 40ഓളം രേഖകൾ ഒപ്പുവെക്കുമെന്നും പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് 47 പേജുള്ള സംയുക്ത പ്രസ്താവന പുറത്തിറക്കുമെന്നും ക്രൈംലിൻ അറിയിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി 1600 മൈൽ നീളമുള്ള പവർ ഓഫ് സൈബീരിയ 2 പ്രകൃതിവാതക പൈപ്പ് ലൈനാണ്. മംഗോളിയയിലൂടെ കടന്നുപോകുന്ന ഈ പൈപ്പ് ലൈൻ വഴി ചൈനയിലേക്കുള്ള റഷ്യൻ വാതക വിതരണ ശേഷി 50 ബില്യൺ ക്യൂബിക് മീറ്റർ വർദ്ധിക്കും. യൂറോപ്യൻ കയറ്റുമതി വിപണി നഷ്ടപ്പെട്ട റഷ്യയ്ക്ക് ഇത് വലിയൊരു ആശ്വാസമാകും. കൂടാതെ റഷ്യയിൽ നിന്നുള്ള ഈ കരമാർഗമുള്ള ഊർജ്ജ വിതരണം അമേരിക്ക ഇറാൻ യുദ്ധം മൂലം തടസ്സപ്പെട്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ചൈനയെ സഹായിക്കും. എങ്കിലും ഊർജ്ജ സ്വയം പര്യാപ്തത ആഗ്രഹിക്കുന്ന ചൈനയെ ഇത് റഷ്യയ്ക്ക് മേൽ അമിതമായി ആശ്രയിക്കാൻ പ്രേരിപ്പിച്ചേക്കുമെന്ന ആശങ്കയുമുണ്ട്. അതേസമയം കഴിഞ്ഞ ആഴ്ച ട്രംപും ഷിയും തമ്മിൽ നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയുടെ ഔദ്യോഗിക സംഗ്രഹങ്ങളിൽ യുക്രൈൻ വിഷയത്തെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നില്ല. എന്നാൽ യുദ്ധം തുടങ്ങിയതിൽ പുടിൻ പിന്നീട് ഖേദിച്ചേക്കാമെന്ന് ഷീ ജിൻപിങ് ട്രംപിനോട് പറഞ്ഞതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ റിപ്പോർട്ടുകൾ നിഷേധിച്ചിട്ടുമുണ്ട്. ഷീ ജിൻപിങ്ങും പുടിനും തമ്മിലുള്ള തന്ത്രപരമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ ചൈനയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ആഴത്തിലാകുമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാക്കുൻ വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.